ഈ വാർഷിക ദിവസം സർക്കാരിന്റെ പിറന്നാൾ ദിവസം മന്ത്രി വി ശിവൻകുട്ടി നമ്മളോടൊപ്പം അതിഥിയായി ചേരുകയാണ്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒരു നാലാം വാർഷികമെന്ന് ഞങ്ങൾ പറയുമ്പോഴും അതൊരു 9ാം പിറന്നാളായാണ് നിങ്ങൾ കണക്കാക്കുന്നതെന്ന് അറിയാം. ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഒപ്പം ഈ ദിവസം ചോദിച്ചാൽ, ഈ 4 വർഷത്തെ ഒരു കാര്യം എടുത്തു ചോദിച്ചാൽ എത്രത്തോളം സംതൃപ്തനാണ് അങ്ങ്? തീർച്ചയായിട്ടും ഈ 4 വർഷക്കാലം കേരളത്തിന്റെ വികസന രംഗത്ത് അത്യുജ്വലമായിട്ടുള്ള കുതിപ്പുണ്ടായിട്ടുള്ള കാലഘട്ടമാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങളുടെ മെരിറ്റ് നോക്കിയോ ജനങ്ങൾക്ക് എത്രമാത്രം അത് പ്രയോജനപ്പെടുന്നു എന്ന് നോക്കിയോ അല്ല UDF ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 4 വർഷക്കാലമായി ഗവൺമെന്റിനെതിരെ യാതൊരു അങ്ങനെ ഒരു ഗൗരവമേറിയ ഒരു സമരവും അല്ലെങ്കിൽ എതിർപ്പും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോഴും ഞങ്ങൾ 4ാം പിറന്നാൾ ആഘോഷിക്കുന്ന അവസരത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ സാന്നിധ്യവും അവരുടെ ആവേശവും കണ്ടാൽ ഉറപ്പായി 3ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ടൊരു 3ാം ഗവൺമെന്റ് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രകടന പത്രിക പൂർണ്ണമായി നടപ്പിലാക്കിയെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സാധാരണഗതിയിൽ പല രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രയോജനപ്പെടുത്തുകയും അതിനുശേഷം ചവിട്ടൂട്ടിൽ വലിച്ചെറിയുന്ന കാര്യമാണുള്ളത്. പക്ഷേ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകടന പത്രിക ഒന്നൊന്നായി അതിൽ പറഞ്ഞ കാര്യങ്ങളെടുത്ത് അത് എത്രമാത്രം നടപ്പിലാക്കി അതിന്റെ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി വിവിധ മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിശ്വാസമുള്ള ഒരു ഗവൺമെന്റായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ച പോലെ വിഴിഞ്ഞം പദ്ധതി, അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ എന്നിവ യാഥാർത്ഥ്യമാക്കി, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യമാണ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ദേശീയപാത വികസനം നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മലയോര പാത, തീരദേശ പാത, ഇതെല്ലാം നമ്മുടെ വികസന രംഗത്ത് വലിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ തലസ്ഥാന നഗരിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വികസന കുതിപ്പാണ് കോടിക്കണക്കിന് രൂപ മുടക്കി തയ്യാറാക്കിയിട്ടുള്ള 12 സ്മാർട്ട് റോഡുകളുടെ കാര്യം. ഇപ്പോൾ നമ്മൾ തലസ്ഥാന നഗരിയിൽ വന്നിറങ്ങിയാൽ ഇത് തിരുവനന്തപുരത്താണോ നമ്മൾ നിൽക്കുന്നത്, അതേ ലോകത്തെ ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിൽക്കുകയാണോ എന്നുള്ളതിന് തോന്നുന്ന രൂപത്തിലുള്ള ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തന്നെയും അത് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. 4 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തു. ഞങ്ങൾ കണക്ക് വെച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. 4 ലക്ഷം പേർക്ക് ഇല്ലെങ്കിൽ പട്ടയം കൊടുത്തില്ല എന്ന് അവർ പറയട്ടെ. 4 ലക്ഷം പേർക്ക് ഒരു ഭരണം പട്ടയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ 4 ലക്ഷം പാവപ്പെട്ടവരാണ്, ദാരിദ്ര്യവാസിക്കാണ് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അതിദരിദ്രരില്ലാത്ത 62,000-ഓളം വരുന്ന ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അവർക്ക് അതിദരിദ്രം എന്ന് വെച്ചാൽ അവർക്ക് ഒന്നുമില്ല, കിടപ്പാടമില്ല, ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് വീട്, അതുപോലെ അവർക്ക് ജോലി, അവർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം, പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ട് അപ്പം ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത മാസത്തിൽ. പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിൽ അതിദരിദ്രരില്ലാത്ത ഏക സംസ്ഥാനം കേരളമായി മാറുക എന്ന് കാണുന്നതിന് വേണ്ടി കഴിയും. 5.5 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്തു. നമ്മൾ ചെറിയ കാര്യമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, പാവപ്പെട്ടവർ വലിയ വിഷമത്തിലാണ്. 5.5 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. 5.5 ലക്ഷം വെച്ചാൽ ഒരു കുടുംബത്തിൽ 5 രൂപ വെച്ച് കൂട്ടിയാൽ എത്ര പേർക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത്? സ്കൂൾ കെട്ടിടങ്ങൾ കിട്ടുന്നതിന് വേണ്ടി 5000 കോടി രൂപയാണ് മുടക്കിയിട്ടുള്ളത്. നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് ഇന്റർനാഷണൽ തലത്തിൽ തന്നെ മെച്ചപ്പെട്ട സ്കൂളുകളായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടണൽ റോഡുകൾ നിർമ്മിച്ചു. വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ് മരുന്നും ഡോക്ടറുമുള്ള വൃത്തിയുള്ള ആശുപത്രികളാക്കി നമ്മുടെ ആശുപത്രികളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. വ്യവസായ സൌഹൃദ സംസ്ഥാനമായി ഇത് മാറി. സർവകലാശാലകൾക്ക് ദേശീയ അംഗീകാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടി ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമുള്ള സംസ്ഥാനമായി കേരളം മാറി. സ്മാർട്ടും K4ന്റെയും കാര്യങ്ങളൊക്കെ നടക്കാത്ത പല കാര്യങ്ങളും നടന്നതിന്റെ തെളിവാണ്
ഏറ്റവും കൂടുതൽ ആൾക്കാരെ നിയമിച്ചത് PSC വഴി നിയമിച്ച സംസ്ഥാനം കേരളമാണ്. വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി ഞാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ് PSC വഴിയും അതുപോലെ എയ്ഡഡ് മാനേജ്മെന്റ് വഴിയും നിയമനം നടത്തിയിട്ടുള്ളത്. അത് ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി 7200 കോടി രൂപ മുടക്കി. ഈ പാവങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെല്ലാം ആ വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ. ലോക കേരള സഭ നടത്തുന്നതിന് വേണ്ടി തയ്യാറായി. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ശരി മിനിസ്റ്റർ, അതൊരു വലിയ പട്ടിക തന്നെയുണ്ട്. നമുക്ക് നന്നായി അറിയാം, രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഈ 4 വർഷം നമ്മൾ എത്ര നന്നായി കാര്യങ്ങൾ ചെയ്താലും അവസാനത്തെ ഒരു വർഷമാണ് എപ്പോഴും വളരെ നിർണായകമാവുക. ആളുകളുടെ മെമ്മറി വളരെ ഷോർട്ടാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് മുന്നിൽ പ്രധാനപ്പെട്ട ചില വെല്ലുവിളികളുണ്ട്. ഒന്ന്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പുനരധിവാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സർക്കാരിന് മുന്നിലുള്ള ഒരു കാര്യം. മറ്റൊന്ന്, മലയോര മേഖലയിലെ പ്രശ്നങ്ങളാണ്. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആശങ്കകളുണ്ട്. വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമ്മൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഇന്നലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട ആരോപണങ്ങളും വിഷമങ്ങളും ഒക്കെയാണ്. പോലീസിനെ പറ്റി പരാതികളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയാവില്ലേ? ഇതിൽ ഓരോന്നിലും ഞാൻ അങ്ങയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. ഒരിക്കലും വെല്ലുവിളി ആകില്ല. ഇപ്പൊ വയനാടുണ്ടായ ദുരന്തം നമുക്കാർക്കും അത് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി കഴിയില്ല. നമുക്കൊക്കെ അതീതമാണ് ആ ദുരന്തം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നിന്നൊക്കെ നാടൻ പ്രയോഗമുണ്ടല്ലോ, യുദ്ധകാലാടിസ്ഥാനത്തിൽ അവരെല്ലാം പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ സ്കൂൾ കെട്ടി അവിടെ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ ഒരു ചരിത്രമായിരിക്കും വയനാട് ചൂരൽമല ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഈ ടേം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പരമാവധി കാര്യം തീരും. അത് തീർന്നില്ലെങ്കിൽ അടുത്ത 3ാം ടൈമിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന അവസരത്തിൽ പരിപൂർണമായിട്ട് അത് തീർക്കുമെന്നുള്ള കാര്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ചത് എന്താണോ ഞാൻ അത് നമുക്കറിയാലോ, വന്യജീവി ആക്രമണം ഏതെങ്കിലും ഒരു UDFന്റെ ഭരണം കൊണ്ടോ LDFന്റെ ഭരണം കൊണ്ടോ BJPയുടെ ഭരണം കൊണ്ടോ ഉണ്ടാവുന്നതല്ല. നമ്മുടെ പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ച് വനങ്ങളിലും മാറ്റങ്ങൾ വരികയാണ്. ആ വനങ്ങളിൽ അധിവസിക്കുന്ന മൃഗങ്ങൾക്ക് അവരുടെ മാറ്റങ്ങൾ വരികയാണ്. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കുറെ കെടുതികളുണ്ട്. വളരെ ദുഃഖകരമാണ്. അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു പ്രതിപക്ഷം, അല്ലെങ്കിൽ PV അൻവറിനെ പോലെയുള്ളവരൊക്കെ അതിനെ രാഷ്ട്രീയമായി സർക്കാരിനെതിരെ ഉപയോഗപ്പെടുത്തുമെന്നൊരാശങ്കയുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ആരായിരുന്നാൽ നമുക്കൊരു ഒരു പച്ച മനുഷ്യനെ പോലെ നമുക്ക് ചിന്തിക്കാൻ കാര്യങ്ങൾ. നമുക്ക് ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ചെന്ന് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. എങ്കിലും ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് ആളുകളുടെ ഭയം മാറ്റി പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യം ചോദിച്ചാൽ പോലീസ് ഇത് നന്നായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് സേനയാണ് നമുക്കുള്ളത്. അന്വേഷണത്തിന്റെ കാര്യത്തിലും ഒക്കെ ഒരുപാട് വിവാദമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ നിമിഷങ്ങൾ കൊണ്ട് അവർ അതിന് പ്രതികളെ പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കേരള പോലീസിന്റെ മികവിനെ കുറിച്ചും കഴിവിനെ കുറിച്ചും നമുക്ക് ആർക്കും ഒരു സംശയമില്ല മിനിസ്റ്റർ. പക്ഷേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പിൽ ഒരു സാധാരണ അങ്ങൊരു തൊഴിൽ മന്ത്രി കൂടിയാണല്ലോ. ഇന്നലെ നമ്മൾ കണ്ടത് എന്താണ്? ആ സ്ത്രീ പറയുന്നത് കേട്ട് നമുക്ക് ഒരു സംസ്കാരമുള്ള മനുഷ്യന്മാർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പറഞ്ഞത്. അങ്ങനെ ഒരു പോലീസ് സേനയിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നാണക്കേടാണ്. അങ്ങനെയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരാളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊന്ന് രാവിലെ അവരെ പാവപ്പെട്ട സഹോദരിയെ കാണുന്നതിന് വേണ്ടി ഇന്ന് പോകുന്നുണ്ട്, വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് നടന്നിട്ടുള്ളത്. ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ വിവരങ്ങൾ മനസ്സിലാക്കി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ ഉള്ള സൂചിപ്പിച്ചതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ
നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസ് സേന ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ഫലപ്രദമായും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന കാര്യം അത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഒറ്റ കാര്യം കൂടി മിനിസ്റ്റർ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഈ നാട്ടിൽ കഴിഞ്ഞ 100 ദിവസമായി നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കൂട്ടം സ്ത്രീകൾ സമരം നടത്തുന്നതിന്റെ 100ാം ദിവസം കൂടിയാണ്. അത് ഒരു കളങ്കമായി, ഒരു ഇടത് സർക്കാരിന് ഒരു കളങ്കമായി ആ 100ാം ദിവസം ആ സ്ത്രീകൾ അവിടെ കിടക്കുന്നത് ഒരു കളങ്കമായി അവശേഷിക്കുകയാണ്. അല്ല, ഒരു ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. ലോകത്തെ ഏത് കോണിൽ ചെന്ന് കഴിഞ്ഞാലും ജീവനക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ നടത്തുന്ന പോരാട്ടത്തിന്റെ ഫലമായാണ്. വയ്ക്കുന്ന മുദ്രാവാക്യം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാവണം. അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിലവിലുള്ള നിയമത്തിന് അനുസരണമായിരിക്കണം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നടക്കുന്ന ഒരു സമരമാണ് സമരം. ഞാനൊരു CITU സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയാണ്. സമരം ചെയ്യുന്ന സഹോദരിമാരോട് വളരെ ഐക്യദാർഢ്യമുണ്ട്. പക്ഷേ അവർക്ക് തന്നെ അറിയാം അവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഞാൻ തന്നെ തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് ആ സമയത്തെങ്കിലും അവർക്ക് സമരം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ആ സഹോദരിമാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി വേറെ ചില കൂട്ടർ കൂടെയുണ്ട്. അവരാണ് ഈ സമരം ഈ രൂപത്തിൽ ഇങ്ങനെ ആ പാവപ്പെട്ട സഹോദരിമാരെ കൊണ്ട് ഇങ്ങനെ നീട്ടി സമരം കൊണ്ടുപോകുന്നത്. അവർക്ക് ചില ദുഷ്ടലാക്കും ചില ലക്ഷ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാലോ, ഈ സംഘടനകൾക്ക് ഉള്ള മെമ്പർഷിപ്പിന്റെ കാര്യവും അംഗബലത്തിന്റെ കാര്യവും ആരൊക്കെയാണ് ഇതിന്റെ പിറകിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും ഒരു ദിവസം സെക്രട്ടേറിയറ്റിൽ എത്ര ആശമാർ ഉണ്ടെന്നും ആശമാരുടെ അറ്റൻഡൻസിന്റെ ജോലി സ്ഥലത്തെ അറ്റൻഡൻസിന്റെ കാര്യമൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് സഹോദരിമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് 100 ദിവസമായി ഒരു 100 ദിവസം സമരം നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ബന്ധപ്പെട്ട മന്ത്രിയായിട്ട് ഒന്നുകൂടെ നമുക്ക് സംസാരിക്കാൻ വേണമെങ്കിൽ സംസാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കടുംപിടുത്തം പിടിക്കാൻ വേണ്ടി പാടില്ലല്ലോ. ഏത് സമരവും അതിന്റെ പ്രായോഗിക വശവും കൂടെ ആലോചിക്കണം. ഏത് സമരം ചെയ്യുമ്പോഴും അത് ആ സമരം ചെയ്യുന്ന മുദ്രാവാക്യം നടപ്പിലാക്കേണ്ട അധികാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം. അതല്ലാതെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പറഞ്ഞ കാര്യം നടപ്പിലാക്കിയാലേ ഞങ്ങൾ പുറകോട്ട് പോകൂ എന്ന് പറയുന്നത് അത് തൊഴിലാളി സംഘടനകൾക്ക് യോജിച്ചതല്ല എന്നുള്ള കാര്യമാണ്. ഇനി അവരോട് സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. ശരി, അപ്പൊ മിനിസ്റ്റർ, എനിക്ക് ഒരുപാട് സമയമില്ല മിനിസ്റ്ററോട് സംസാരിക്കാൻ, മിനിസ്റ്ററും തിരക്കിലാണെന്ന് എനിക്കറിയാം. ഈ 4ാം വാർഷികാഘോഷത്തിൽ എത്ര മാർക്ക് നൽകും 100-ൽ അങ്ങ് സർക്കാരിന്? ഞാനിപ്പോ SSLCയുടെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചല്ലോ. അതില് 99.5 ആണല്ലോ വന്നിരിക്കുന്നത്. ആ മാർക്കിന് കൊടുക്കാൻ. ശരി, 99.5 മാർക്ക് വാങ്ങി 4ാം വർഷത്തിലെത്തിയിരിക്കുകയാണ്. ഇനി അവസാന വർഷമാണ്. അപ്പൊ ഏറ്റവും വിജയകരമായി തന്നെ ഈ ഒരു വർഷം കൂടെ മുന്നോട്ട് പോയി ഒരു 100% മാർക്ക് തന്നെ വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മിനിസ്റ്റർ. വളരെ നന്ദി രാവിലെ ഞങ്ങളോടൊപ്പം സംസാരിക്കാൻ എത്തിയതിന്. ശരി, തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് നമ്മളോട് സംസാരിച്ചത്. ഇത് പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷിക ദിനമാണ്. ഇനി നിർണായകമായ അവസാന വർഷത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. വളരെ വിപുലമായ രീതിയിൽ ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സാമ്പത്തിക പരാധീനതകൾ സർക്കാരിന് മുന്നിൽ ഒരു വെല്ലുവിളിയാവുകയാണ്. ആ പരാധീനതകൾ ഉള്ളപ്പോൾ പോലും ഏറ്റവും കാര്യക്ഷമമായി കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയും, മുന്നോട്ട് പോകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് സർക്കാരുള്ളത്. 3ാം LDF ഗവൺമെന്റ് എന്ന ലക്ഷ്യവുമായാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രതിപക്ഷം ഇന്ന് കരിദിനമായാണ് ആചരിക്കുന്നത്. ആരോപണങ്ങളുമായി പ്രതിപക്ഷം സജീവമായി തന്നെ രംഗത്തുണ്ട്. മന്ത്രി V ശിവൻകുട്ടിയാണ് സംസാരിച്ചത്. നമ്മൾ